20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. പോത്താനിക്കാട് പഞ്ചായത്തും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നിർമ്മാണം പൂർത്തീകരിച്ച മഞ്ഞളാംപാറ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നിർമ്മാണം പൂർത്തീകരിച്ച മഞ്ഞളാംപാറ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു. റോഡുകളുടെ പേര് പറഞ്ഞാൽ ഈ വൈകിയ വേളയിൽ അരമണിക്കൂർ പറയാൻ കഴിയുന്ന തരത്തിൽ നിരവധി റോഡുകൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടുകൂടി ഇവിടെ നടക്കാറുണ്ട്. പ്രത്യേകിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഡിവിഷൻ മെമ്പർ എന്ന നിലയിൽ എല്ലാ റിവിഷൻ സമയത്തും ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ ആകെ വഴക്കിടാറുള്ള ഒരു ജനപ്രതിനിധി സാനി ചേച്ചിയാണ്. സാനി ചേച്ചിക്ക് എല്ലാ മെമ്പർമാരെയും തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ എല്ലാവർക്കും രാഷ്ട്രീയ ഭേദമന്യേ ഫണ്ട് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയുള്ള പ്ലാൻ ഫണ്ടാണ് വേണ്ടത്. അന്തരിച്ച ചെനിയപ്പിള്ളിൽ CV യാക്കോബിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ മകൻ അജയ് C യാക്കോബ് കിണർ നിർമ്മിക്കുവാൻ പഞ്ചായത്തിന് 3 സെന്റ് സ്ഥലം ആധാരം ചെയ്ത് നൽകുകയും ബ്ലോക്ക് പഞ്ചായത്ത് 15 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് 13 ലക്ഷം രൂപയും വകയിരുത്തിയാണ് പദ്ധതി പൂർത്തീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി K വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ ഫിജിന അലി, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി അയ്പ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ജിമ്മി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ്, ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോടമ്പൽ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു, ബ്ലോക്ക് മെമ്പർമാരായ നിസാമോൾ ഇസ്മായിൽ, ആനിസ് ഫ്രാൻസിസ്, ജോസ് മേലേത്ത്, NM ജോസഫ്, ഡോളി സജി, ഷാജി സി ജോൺ, കുഞ്ഞമ്മ യാക്കോബ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.